ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ പഴശ്ശി ഡാം, പിന്നെ അതുപോലെ തന്നെ മാഹി ബൈപ്പാസിൻ്റെ ഒക്കെ വീഡിയോ ആണ് ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ, അതായത് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ഞാനിന്ന് പോകുന്നത്. റാണിപുരം ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ പുതിയ മലബാർ ഹിൽ ഹൈവേയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പുതിയ മലബാർ ഹിൽ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. 1300 സംതിങ് കിലോമീറ്ററുകളുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് ഈ മലബാർ ഹിൽ ഹൈവേ എന്ന് പറയുന്നത്. ഇത് കാസർഗോഡ് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് തിരുവനന്തപുരത്താണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഹൈവേയിലാണ് ഉള്ളത്. ഞാൻ ഹൈവേയുടെ കുറച്ച് വ്യൂവും കൂടെ കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മലബാർ ഹിൽ ഹൈവേ എന്ന് പറയുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതിൻ്റെ വ്യൂ ഒക്കെ ഞാൻ ഏകദേശം കാണിച്ചു തരാം. നല്ലൊരു മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു ഹൈവേ ആണിത്. അപ്പോൾ ഇതിൻ്റെ വ്യൂ ഇതാണ്. ഇതിൻ്റെ കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈവേ ഒരു എന്താ പറയണ്ടേ, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന് പറയാൻ കാരണം, നമ്മുടെ സാധാരണ ഹൈവേ എന്ന് പറയുന്നത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ ഏകദേശം നമുക്ക് 600-700 കിലോമീറ്ററുകൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഹൈവേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1300 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഇത് കാസർഗോഡിലെ ഇതിൻ്റെ റൂട്ട് എനിക്ക് നോക്കി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നന്താരപ്പടവ് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. കാസർഗോഡിലെ നന്താരപ്പടവ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ചെന്നെത്തുന്നത് തിരുവനന്തപുരത്തെ പാറശാലയിലാണ് ഇത് അവസാനിക്കുന്നത്. ഈ ഹൈവേ അവസാനിക്കുന്നത് കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 1332.16 16 കിലോമീറ്ററാണ് ഇത് വരുന്നത്. 13 ജില്ലയിലൂടെയാണ് ഇത് കവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇത് ടച്ച് ചെയ്യില്ല. ആലപ്പുഴ ജില്ല ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഇത് ടച്ച് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1500 കോടി രൂപ മുടക്കിയിട്ടാണ് കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഏകദേശ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഹൈവേയുടെ ഈ ഒരു പോർഷൻ മാത്രമല്ല, ബാക്കിയുള്ള പാർട്ടും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിലെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഹൈവേയുടെ കുറച്ച് നല്ല ഭാഗങ്ങളൊക്കെ കാണാം. പൂർണ്ണമായിട്ടും മലയോര മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് ഈ റോഡുകൾ പോകുന്നത്. കേരളത്തിന്റെ ഒരു സിറ്റിനെയും ഇത് ബന്ധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഹൈവേയുടെ ഒരു പ്രത്യേകത. 100% മലയോര മേഖല കേന്ദ്രീകരിച്ച് മാത്രമാണ്, അതായത് മലയോര മേഖലകളിലൂടെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്താമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് തീരെ ഉണ്ടാവില്ല ഈ ഹൈവേയിൽ. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതില്. ട്രാഫിക്കിന്റെ ഒരു പ്രശ്നം നമുക്ക് ബാധിക്കുന്നില്ല, കാരണം നേരെ പോകാം. പക്ഷെ എന്തുകൊണ്ടും ദൂരെ കൂടുതൽ തന്നെയാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ദൂരെ കൂടുതലാണ് ഇതിലെ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ. പക്ഷേ ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ടൗണിലേക്ക് എത്താനും പിന്നെ ഈ ട്രാഫിക് ഒഴിവാക്കിയിട്ടുള്ള യാത്രകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഹൈവേ കൂടെയാണിത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 1300 കിലോമീറ്ററുകളാണ് ഈ ഹൈവേ വരുന്നത്, കാസർഗോഡ് ടു ട്രിവാൻഡ്രം. ഇതിന്റെ റൂട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ ഹൈവേ ഏതൊക്കെ വഴിയിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അതിനിടയിൽ നമുക്ക് കുറച്ച് വ്യൂകൾ കാണാൻ, കണ്ടില്ലേ? ഇതിന്റെ ഒരു സൈഡിലുള്ള വരികളൊക്കെ അവർ കണ്ടോ, നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മീറ്റർ പഞ്ചായത്ത് റോഡായിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. വെറും 3 മീറ്റർ പഞ്ചായത്ത് റോഡായിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പോഴാണ് ഈ ഹൈവേ വന്നതോടുകൂടി ഇവിടെ ഡെവലപ്മെന്റ് ആയതാണ്. അപ്പം ഈ ഇറക്കമൊക്കെ ഉള്ള പ്രദേശങ്ങളും ഇതൊക്കെ ഇവർ മണ്ണൊക്കെ ഇട്ട് അത്ര വലിയ ഹെവി പ്രൊജക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എഞ്ചിനീയേഴ്സൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. ഇതിന്റെ എഞ്ചിനീയേഴ്സും ബാക്കി ഇതിന്റെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി ചെയ്യാൻ കാണിച്ച ഗവൺമെന്റിനും ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്.
ഫ്രണ്ട്സ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും, കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇതൊക്കെ. കണ്ടില്ലേ, മലകളും കാടുകളും ഒക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഹൈവേ പോകുന്നത്. പ്രധാനമായിട്ടും ഫോറസ്റ്റ് ആണ്, മെയിൻ ഫോറസ്റ്റ് ഏരിയകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു തരത്തിലുള്ള ട്രാഫിക്കുകളും നമ്മളെ ബാധിക്കില്ല. ഈ ഒരു റോഡിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മരുതോം എന്ന് പറയുന്ന ഫോറസ്റ്റ് റേഞ്ചിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഫോറസ്റ്റ് ആണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഇതിനെ ഈ റോഡ് വരുമ്പം ഇതിനൊരു മുടക്ക് പറഞ്ഞിരുന്നു. കാരണം അവർക്ക് ചില നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ കാണുന്നതാണ് ഈ റോഡിന്റെ ആദ്യകാലത്തുണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ റാണിപുരം യാത്രയിൽ നമ്മുടെ മലബാർ ഹിൽ ഹൈവേയുടെ വളരെ മനോഹരമായിട്ടുള്ള ഈ മാലോം പ്രദേശത്തേക്ക് വന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ കുറേ ആളുകളൊക്കെ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കുറച്ച് വേറെ ആംഗിളിലുള്ള വീഡിയോകൾ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റാണിപുരം പോകുന്ന റൂട്ടിലേക്കുള്ള മലയോര ഹൈവേയുടെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് പാണത്തൂർ സ്റ്റേറ്റ് ഹൈവേ ആണ് അത് വരുന്നത്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം കാസർഗോഡ് നിന്ന് വരുന്നവർക്ക് വേറെ റൂട്ടുണ്ട്. ബന്തെടുക്ക വഴി അവർക്ക് ഈ മലയോര ഹൈവേ കയറിയിട്ട് റാണിപുരത്തേക്ക് വരാം. കാഞ്ഞങ്ങാടിനപ്പുറം, അതായത് കണ്ണൂർ ജില്ല മുതൽ കണ്ണൂർ, കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ഉള്ളവർക്ക് വരാനുള്ള ഒരു റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് വരിക. അവിടുന്ന് പാണത്തൂർ റൂട്ടിലേക്കുള്ള റൂട്ട് വരിക. അത് സ്റ്റേറ്റ് ഹൈവേ ആണ്. പാണത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത സ്റ്റോപ്പ് മടിക്കേരി, പിന്നെ സുള്ളിയ, കർണാടക, മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോകുന്ന റോഡാണിത്. സ്റ്റേറ്റ് ഹൈവേ ആണ്. അവിടെ ആ റോഡ് വന്നിട്ട് നമ്മൾ ഏകദേശം കാഞ്ഞങ്ങാട് നിന്ന് ഒരു 35 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ പനത്തടി എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തും. ആ പനത്തടി നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്ന സ്ഥലം കോഴിച്ചാലാണ്. അപ്പോൾ കോഴിച്ചാൽ നമുക്ക് നേരെ പനത്തടി പോയിട്ട് അവിടുന്ന് വേണം റാണിപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റൂട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഈ സ്റ്റേറ്റ് ഹൈവേ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. പനത്തടിയിൽ നിന്ന് പിന്നെ നേരെ ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. റാണിപുരത്തേക്ക് ഡയറക്റ്റ് ഒറ്റ റോഡാണ്. അപ്പോൾ കോഴിച്ചാൽ നമുക്കിനിപ്പം പനത്തടി ജംഗ്ഷൻ തിരിയുന്ന ജംഗ്ഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റാണിപുരത്തേക്ക് റീച്ച് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ മുകളിൽ പോവുക, ടിക്കറ്റ് എടുക്കുക. ഗവൺമെൻറ്റിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ മുകളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, റാണിപുരത്തിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുക. നമുക്ക് ഇവിടെയാണ് എത്തിച്ചേരേണ്ടത്. ആ ടോപ്പ് വ്യൂവിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇവിടുന്ന്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാർക്കിംഗ് ചാർജ് ഇതോടൊക്കെ 80 രൂപയാണ് നമ്മളോട് ഇവിടുന്ന് മേടിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പാസ് ഉണ്ട്. ഇതാണ് പാസ് വരുന്നത്. പാർക്കിംഗ് ഫീയും നമുക്കിവിടെ എൻട്രി ഫീസുമായിട്ട് 80 രൂപയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഡൽട്ട്സ് 50, ചിൽഡ്രൻസ് 20, ഫോറിനേഴ്സിന് 150, ക്യാമറ എടുക്കുന്നതിനൊക്കെ ആയിട്ട് റിസ്ട്രിക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാം. വനത്തിനകത്ത് പുകവലി, മദ്യപാനം പാടില്ല എന്നുള്ള ഇതുപോലെയുള്ള വീഡിയോ ഇതൊക്കെ കാണാം. ഓരോ ഫോറസ്റ്റുകാർ ഓരോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റാണിപുരത്തേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് നടന്നു പോകേണ്ടതാണ് അങ്ങോട്ട്. ഫ്രണ്ട്സ്, ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ. നമുക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ്. ഇപ്പം ഫോണൊക്കെ നനയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കിപ്പം എടുത്തേ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ്. നടന്നിട്ടാണ് പോകേണ്ടത്. ഫ്രണ്ട്സ്, ഇത് വൺ വേ ഒന്നുമല്ല. പൂർണ്ണമായിട്ടും ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് കയറാനും ഇറങ്ങാനുമായിട്ട് ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് അതിൻ്റെ ഹിൽ ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട്.
പിന്നെ ഇപ്പോൾ ഉള്ള ഈ ടൈമിൽ കോവിഡ് സീസണിൽ ഇവരെ 3 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നില്ലേ, കംപ്ലീറ്റ് ചെളിയൊക്കെ പാസ് ചെയ്യുന്ന ഏരിയ ആണിത്. എന്തായാലും നല്ല ഹെവി മഴയാണ്, നനഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. എല്ലാവരും തന്നെ മഴ നനഞ്ഞുകൊണ്ടാണ് പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ഓൺ ദ വേ ആണ്. ഇത് കണ്ടില്ലേ, റാണിപുരത്തേക്ക് പോകുന്ന വഴിയാണിത്. പക്ക ഫോറസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് കണ്ടില്ലേ, പക്ക ഫോറസ്റ്റാണ്. ആളുകൾ കുറേ ഉള്ളത് കൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഒറ്റക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പേടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, പക്ക ഫോറസ്റ്റാണ്. ആളുകൾ തിരിച്ചു വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം എത്താറായെന്ന് ചോദിച്ചു കഴിഞ്ഞാലായിട്ടില്ല. നല്ല പക്ക ഫോറസ്റ്റിൻ്റെ നടുക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ റാണിപുരത്തേക്കുള്ള കുറച്ച് നടക്കണം എന്നുള്ള ആ പ്രിപ്പറേഷനോട് കൂടി തന്നെ വരണം. കാരണം നല്ല റഫ് വഴിയാണ്. ഇത് ഫോറസ്റ്റിന് അണ്ടറിലായതുകൊണ്ട് ഇവർക്ക് ഇവിടെ ഒരു ഡെവലപ്മെൻറ്റും നടത്താൻ വേണ്ടി പറ്റില്ല. കാരണം അതിനുള്ള പെർമിഷൻ ഫോറസ്റ്റുകാർ കൊടുക്കില്ല. നല്ല ചീവീടൊക്കെ കരയുന്ന സൗണ്ടുകളൊക്കെ കേൾക്കാം. ഫോറസ്റ്റുകാരാകമാരുടെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതുപോലുള്ളൊരു കൈവരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇതുപോലൊരു കൈവരി മാത്രമുണ്ട്, അത് പിടിച്ച് നടക്കാം. കാരണം ഇതിൻ്റെ താഴോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കണ്ടില്ലേ ഇറക്കമാണ്. വീണ് കഴിഞ്ഞാൽ അങ്ങ് താഴെ പിന്നെ നോക്കിയാൽ മതി. കണ്ടില്ലേ, നല്ല ഇറക്കമാണ്. പിന്നെ മുകളിലോട്ടാണെങ്കിലും പക്ക ഫോറസ്റ്റ് തന്നെയാണ്. അപ്പം ഇന്ന് കുറച്ച് റഷാണ് ഇവിടെയൊക്കെ. കാരണം ഒന്നാമത് കോവിഡ് കാരണം കുറച്ച് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ സീസണും കൂടെ ആയതിനാൽ ആളുകൾ കുറച്ച് വരുന്നുണ്ട്. എല്ലാവരും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 5 മണി വരെ ആയിരുന്നു. പക്ഷേ ഈ ഓണത്തിൻ്റെ ഒരു ടൈം ആയത് കാരണം 3 മണി വരെ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഫോറസ്റ്റിൽ ഒരു വെളിച്ചം പോലും ഇല്ല. നല്ല ഹെവി മഴയാണ്. നല്ല 8ൻ്റെ പണി കിട്ടിയെന്ന് തന്നെ വേണേൽ പറയാം നമുക്കിന്ന്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. ക്യാമറ പോലും ക്ലിയർ ആകുന്നില്ല. ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക് അത്ര എന്താ പറയണ്ടേ, ഘോരവന നടുക്കായിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ നടുക്കാനുള്ളത്. ഹെവി മഴയാണ്. പക്ഷേ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ റാണിപുരം അറിയപ്പെടുന്ന തന്നെ കേരളത്തിൻ്റെ ഊട്ടി എന്നുള്ള സെറ്റപ്പിലാണ് അറിയപ്പെടുന്നത്. എന്തായാലും നമ്മൾ ടാസ്ക് ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കും. റാണിപുരം ഇന്ന് നമ്മൾ കവർ ചെയ്തിരിക്കും. ഇന്ന് എത്ര മഴയാണെങ്കിലും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അയ്യോ, അതിൻ്റെ ഇടയിൽ കഥയ്ക്കും കൂടെ ചെയ്യാണ്. കേസാകെ പെട്ടിരിക്കുകയാണ് കണ്ടില്ലേ. അയ്യോ, ഒരു രക്ഷയില്ല, ഫുള്ള് നനഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, പെരുമഴയെയും ബ്ലോക്ക് ചെയ്ത് നമ്മളിതാ നേരെ മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്യാമറയിലൊക്കെ മൊത്തം വെള്ളമാണ്. കാരണം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ 5 മണി വരെ ആയിരുന്നു ഇവിടെ ടൈം. പക്ഷേ കേസ് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഏകദേശം റാണിപുരത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. 5 മണിയിൽ നിന്നുള്ള ടൈം ഇവർ പെട്ടെന്ന് 3 മണിയാക്കിയതിനാൽ നമ്മളോട് ഫോറസ്റ്റുകാർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അയ്യോ, മഞ്ഞ് മൂടി കിടക്കുകയാണ്, ഒരു രക്ഷയില്ല. അയ്യോ, ഇതൊന്നും അല്ലായിരുന്നു വ്യൂ. പക്ഷെ നല്ല മഞ്ഞാണ്. ഫോറസ്റ്റൊക്കെ കടന്ന് നമ്മൾ കണ്ടില്ലേ പക്ക റാണിപുരത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്.
കേസ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കർണാടകയും വലതുവശം കേരളത്തിൻ്റേതുമാണ്. ഇത് മൊത്തത്തിൽ കേരളത്തിൻ്റെതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർണാടക ഫോറസ്റ്റ് ഓഫീസേഴ്സിന് ഇവിടെ ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ട്. മഴ പൂർണ്ണമായും നമ്മളെ ചതിച്ചു കേസ്. കണ്ടില്ലേ, ഇതിലെ കണ്ടില്ലേ ഷൂ ഒക്കെ ഇപ്പോൾ മൊത്തം നനഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ വേണം നടന്ന് നീങ്ങാൻ വേണ്ടിയിട്ട്, വേറെ ഒരു രക്ഷയില്ല. എന്തായാലും ഷൂ നനഞ്ഞാലും ഫോൺ നനഞ്ഞാലും നമ്മൾ നമ്മുടെ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നുള്ളത് ഒക്കെയാണ്. പരമാവധി കവർ ചെയ്യും എന്തായാലും. അയ്യോ, കാട്ടിലോട്ട് കയറി നടക്കാൻ പറ്റില്ല, കാരണം വല്ല പാമ്പൊക്കെ ഉണ്ട്, അതും പണി കിട്ടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും. പക്ഷെ മഴയല്ല, നല്ല കാട് കയറിയിരിക്കുന്നതാണ്. ഇതാണ് ഓൾമോസ്റ്റ് റാണിപുരത്തിൻ്റെ ഒരു എൻട്രി ചെയ്യുന്നൊരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് റാണിപുരം തന്നെ ഏകദേശം നനഞ്ഞു കുളിച്ചിട്ടാണെങ്കിലും എത്തിയിരിക്കുകയാണ്. ഈ ഒരു രക്ഷയില്ലാത്ത മഴ കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റാണിപുരത്തിൻ്റെ ഏകദേശം ഭാഗങ്ങൾ. ഞാനിതുണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്. ഈ മരത്തിനാണ് ഇലയില്ല, ഇത് നെല്ലിമരമാണ്. അപ്പോൾ ഹെവി മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. വരുമ്പോൾ ഇതിൻ്റെ ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു കുടയെങ്കിലും എടുത്തേനെ, പക്ഷേ ഒന്നും നടന്നില്ല. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുള്ള കുറേ വ്യൂ ഉള്ള ഒരു പ്ലേസാണ് അങ്ങോട്ടൊക്കെ, പക്ഷേ അത് കർണാടകയുടെ ഏരിയ ആണ്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വകുപ്പില്ല, നല്ല മഴയാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണം എന്നാണ് ഇവിടുന്ന് ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ 3 മണി വരെ ഇവിടെ എൻട്രൻസ് ഉള്ളൂ ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഡിസ്റ്റൻസ് കൂടി വരുന്നതും കൂടെ അല്ലേ. ഹെവി മഴ, ഒരു സൂചന പോലും തരാത്ത മഴയാണ്. ഫോണൊക്കെ ഇപ്പോൾ ആകെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പേഴ്സെല്ലാം നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡ്രസ്സും ഷൂ ഒക്കെ നനഞ്ഞിരിക്കുകയാണ് ആകെ. ഇതാണ് നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകേണ്ടത്. പിന്നെ ഇത് കർണാടകയുടെ അങ്ങോട്ടുള്ള എൻട്രൻസ് ആണ്. ഇത് നേരെ പോയിട്ട് ആ മലയുടെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ കർണാടകയാണ്. അവിടെ മുന്നേ ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരു പൊളിച്ചെന്ന് തോന്നുന്നു. ഇതിലൊരു 70% മാത്രമേ കേരളത്തിൻ്റെതുള്ളൂ, ബാക്കി കർണാടകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ ഏകദേശം റാണിപുരത്തിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കണ്ടില്ലേ, ആനയുടെയൊക്കെ ഫ്രണ്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫോറസ്റ്റുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അധികം ഈവനിങ്ങിൽ ഇവിടെ സമയം ചെലവിടാൻ അവർ അനുവദിക്കാത്തതിനും കാരണം അതാണ്, മൃഗങ്ങൾ ഇറങ്ങുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മഴയുടെ പ്രതിസന്ധികളൊക്കെ ഒരുവിധമൊക്കെ തരണം ചെയ്ത് നമ്മൾ ഏകദേശം ഹിൽ ടോപ്പിലെത്താനുള്ള ആയി. കണ്ടില്ലേ, നല്ല ഇടിയും കൂടെ വരുന്നുണ്ട്. അപ്പം ടാപ്പിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. കംപ്ലീറ്റ് മഞ്ഞാണ്, രക്ഷയില്ലാത്ത മഞ്ഞാണ് റാണിപുരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളത്. നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകേണ്ടത്. ഏകദേശം നമ്മുടെ ടൈം അത് ഇവിടെ വന്നിട്ട് 2 പണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് 5 മണി എന്നുള്ള നമ്മുടെ പ്രതീക്ഷകൾ പോയി. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ചതിക്കും കൂടെ ചെയ്തു. അതാണ് അയ്യോ ഗൈസ്, ഫുള്ള് റോഡൊക്കെ ഇത് കണ്ടോ, റോഡല്ലേ വഴിയൊക്കെ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ യാത്ര തിരിക്കാം. നല്ല ഹെവി മഴയാണ്. എല്ലാവരും തന്നെ മഴ നനഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ തിരിച്ചിറങ്ങുന്ന ഒരു ടൈമും കൂടെയാണിത്. നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. റാണിപുരത്തിൻ്റെ 90% നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലായിടത്തും കണ്ടില്ലേ, കോട മഞ്ഞൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ ഗൈസ്, എല്ലാവരും വരുന്ന എല്ലാവരും തന്നെ മഴ നനഞ്ഞാണ് പോകുന്നത്. കണ്ടോ, ഹിൽ
സ്റ്റോപ്പിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വരുന്ന ടൈമാണിത്. ഇതിപ്പോൾ ഫോണൊക്കെ ഏകദേശം സിഗ്നൽ വന്ന് തുടങ്ങി. കണ്ടില്ല, ഇതാണ് നമുക്ക് കാണിപുരത്തിൻ്റെ ഏറ്റവും എന്താ പറയേണ്ടത്, കുറച്ച് താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സൂയിസൈഡ് പോയിന്റ് പോലത്തുള്ളൊരു പോർഷനാണ് ഇവിടെ. കണ്ടില്ലേ, എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. മഴ നമുക്ക് ചെറിയൊരു പണി വന്നെങ്കിലും നല്ലൊരു മൂടാണ്. നല്ല കോടയൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അവിടെ. അല്ലേ, ഹിൽ സ്റ്റേഷനിലേക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ആ ടോപ്പിലാണ് ഇനി എത്താനുള്ളത്. അങ്ങോട്ട് ആളുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഇറങ്ങി വരും കൂടെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടി ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. കാരണം അങ്ങോട്ടുള്ള മല കാണുന്നതായിരുന്നു, ഒരു രക്ഷയില്ല, മഞ്ഞ് മൂടി കിടക്കുകയാണ്. കണ്ടില്ലേ, പക്ഷെ നല്ല ഹെവി വ്യൂ ആണ്. കാരണം നമുക്ക് അപ്പുറമുള്ള കർണാടകേൻ്റെ എല്ലാ മലകളും കർണാടകയുടെ ആ പ്രദേശങ്ങളൊക്കെ കാണേണ്ട ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, എന്നാലും രസമാണ്. ആ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാനൊരു രസം തന്നെയാണ്. റാണിപുരത്തിൻ്റെ ഏകദേശം സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു മല കൂടെ നമുക്ക് കടക്കാനുണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് വലിയൊരു ഒക്കെയാണ്, ചാടിക്കഴിഞ്ഞാൽ ആളെപ്പോലും നിന്നെ തിരിച്ചു കിട്ടില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആവുന്നില്ല. ഇവിടെ വരുമ്പോൾ പ്രതീക്ഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വരുന്ന നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ മഴയോട് കൂടിയ കാറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും കുറഞ്ഞ് കിട്ടിയിരുന്നെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് പോവാണ്. പക്ഷേ എന്തായാലും വേറെ തന്നെ ഒരു മൂഡാണ് കേട്ടോ. കണ്ടില്ലേ, കംപ്ലീറ്റ് നനഞ്ഞിരിക്കുകയാണ്. എന്തായാലും നനഞ്ഞ് കുളിച്ച് കയറാന്നുള്ള മൈൻഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കുള്ള കണ്ടില്ലേ, അങ്ങോട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അത്ര മേലും മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമുക്ക് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. പിന്നെ ഒരു മല കൂടെ നമുക്ക് കയറാനുണ്ട്. അവിടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ കിട്ടുമോ നോക്കാം. പക്ഷേ സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഒരു പൊസിഷനാണെങ്കിലും നമുക്കൊന്ന് പോയി കാണാം. ആളുകൾ ഇപ്പോഴും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഇത് കണ്ടില്ലേ, ആനപ്പിണ്ടാക്കാണ് ഇവിടെ ഉള്ളത്. ആന നന്നായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. അവർ പറഞ്ഞത് 5 മണിക്ക് ശേഷം എന്തായാലും ആന ഇറങ്ങിയിരിക്കുന്നതാണ് അവർ പറയുന്നത്. വീണ്ടും നമ്മൾ നേരത്തെ വന്ന പോലത്തെ ഒരു ഫോറസ്റ്റ് വഴിയിലൂടെ തന്നെ പോവുകയാണ്. ഇതിൻ്റെ പരിസരത്ത് എവിടെയും മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ അത്. അല്ലേ, പക്ക ഫോറസ്റ്റാണ്. പക്ഷേ പോലീസിൻ്റെ ഗാർഡുകളൊക്കെ ഇവിടെ ഉണ്ട്. ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാവും. എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഗാർഡൊക്കെ താഴെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെപ്പോഴും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. കാരണം ഇതിൻ്റെയൊക്കെ നമുക്കിപ്പം മരങ്ങളുള്ളതുകൊണ്ട് മനസ്സിലാകാത്തതാണ്. ഇതൊക്കെ താഴോട്ട് കൊക്ക പോലെയാണ്. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പരിക്ക് പറ്റും. അപ്പുറത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ആളെ നോക്കും വേണ്ട, അങ്ങനത്തെ സിറ്റുവേഷനാണ്. ഇത് നല്ല പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചില ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. എന്തായാലും നമ്മളെന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇന്ന് എന്തായാലും എത്തിയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സെറ്റപ്പാണ് കേട്ടോ. എല്ലാവരും ഇത് ഇങ്ങനെ ഒരു പ്ലേസ് കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെ. കേരളത്തിൻ്റെ ഊട്ടി എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. പക്ഷേ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ മൈൻഡാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഫീൽ ചെയ്യുന്നത്. ഇതാണ് കേസ്, കണ്ടില്ലേ, താഴോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊക്കയാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ ഒന്നും കൈവരിയൊന്നും കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. പക്ഷേ അത് നമുക്ക് ഫോണിലൂടെ വ്യക്തമാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫീല് മനസ്സിലാവുക. പക്ക കൊക്കയാണിത്. വീണ്ടും നമുക്ക് ഫോറസ്റ്റ് ഗാർഡിൻ്റെ കൈവരി ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കാര്യമില്ല, ഫുൾ അളവാണ്. ആളുകൾ ഇറങ്ങുന്നുണ്ട്.
ഇടുന്ന മണിക്കൂറുണ്ടോ? അപ്പം ആളുകൾ ഇറങ്ങുന്നു. വളരെ ദുഷ്കരമായിട്ടുള്ള വഴിയാണിത്. കാരണം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുട്ടികളൊക്കെ കൊണ്ട് വരുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വഴിയും കൂടെയാണ് ഇവിടെ. നമ്മൾ ഇത്രയും വന്ന ഇത്ര ദൂരം തന്നെ ഇനി നമുക്ക് തിരിച്ചിറങ്ങാനുമുണ്ട്. എന്തായാലും ഇറങ്ങുമ്പോഴത്തേക്ക് മിക്കവാറും ടൈം ലേറ്റ് ആകുമെന്നുള്ളതാണ് ഒരു ഡൗട്ട്. നമ്മൾ ടോപ്പ് വ്യൂവിന് അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഏകദേശം ഒരു കണ്ടില്ലേ, അവിടെയാണ് നമുക്ക് എത്താനുള്ളത്. ആളുകളൊക്കെ അവിടെ ഒരു പ്ലേസായിട്ട് ഇരുന്ന് ആസ്വദിക്കുകയാണ്. ശരിക്കും കംപ്ലീറ്റ് മഞ്ഞുമൂടി കിടക്കുകയാണ് ഇവിടെ. ഓ ഗായ്സ്, അതല്ലേ, ഇതാണ് ഒറിജിനൽ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് കാരണം മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് മനസ്സിലാകാത്തത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകുമായിരുന്നു. അതിനപ്പുറത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൊക്കയാണ്. ഇപ്പോൾ നമ്മൾ കർണാടകൻ്റെ പ്രദേശത്തൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളെ കൊച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിന്നൊന്നും ഒരു പിടുത്തമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ട് ഏകദേശം അതിൻ്റെ ടോപ്പിൽ തന്നെ എത്തിയിരിക്കുകയാണ്. മഞ്ഞായിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് പ്രത്യേകിച്ചുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പക്ക ഒരു സൂയിസൈഡ് പോയിന്റിൻ്റെ ഒരു അപ്രോച്ചാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഗൈസ്, ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും മഴ നിന്നിട്ടില്ല കേട്ടോ. അവിടുന്ന് കയറിയ ടൈം മുതൽ കണ്ടിന്യൂസ് മഴയാണ്. ഇനി തിരിച്ചിറങ്ങുമ്പോഴും ഇതിൻ്റെ ക്ലൈമറ്റ് കണ്ടിട്ട് ഏകദേശം തിരിച്ചിറങ്ങുമ്പോഴും ഇന്ന് ഫുള്ള് മഴയാകാനാണ് സാധ്യത കാണുന്നത്. ഹായ്. അപ്പോൾ ഗൈസ്, നമ്മൾ താഴെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്തണമെന്ന് ഉദ്ദേശിച്ച ആ ടാസ്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സെറ്റപ്പ് സ്ഥലമാണ്. സെറ്റപ്പ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഒക്കെ പറയുകയാണ്, ഇവിടെ വന്നിട്ട് വരാത്ത എല്ലാവർക്കും നഷ്ടം തന്നെയാണ്. റൂട്ടൊക്കെ ഞാൻ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം തീർച്ചയായിട്ടും വരിക. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ളൊരു വ്യൂ ആയിരുന്നു നമുക്ക് മിസ്സായത്. കാരണം മഞ്ഞ് മൂടി കിടക്കുന്നത് ഒന്നും തന്നെ കാണാനില്ല. വലിയ നല്ല മലകളും ഒരുപാട് പ്രദേശങ്ങളും നമുക്ക് കാണാനുണ്ടായിരുന്നു. കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏകദേശം നല്ല എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് റാണിപുരത്തിൻ്റെ ഹിൽ ടോപ്പ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, താഴോട്ടാണൊരു ഇവിടെ വരുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് കൊക്ക കാണാൻ വേണ്ടി സാധിക്കുക. ഇതാണ് കണ്ടില്ലേ, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ റാണിപുരത്തിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, ടോപ്പ് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇത് വരുന്നത്, ഒരു പൊക്കപ്രദേശം വരുന്നത്. നമുക്കിനി വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. ഇവിടെ ഫോറസ്റ്റുകാരൊരു ടവറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫീല് കിട്ടുന്നൊരു സ്ഥലം നമ്മുടെ കർണാടകയിലെ കുടജാദ്രിയിലുണ്ട്. പക്ഷെ എന്നാലും കുടജാദ്രിയും ഇത്ര പോരാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റാണിപുരത്തിൻ്റെ അത്ര പോരാ. ഇവിടെ ട്രക്കിങ് നടക്കുന്ന ഏരിയ ആണിത്. നമ്മുടെ തൊട്ടടുത്ത് വരെ മഞ്ഞ് മൂടി കിടക്കാണ് ഗൈസ്.
അവിടെയൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ അതിൻ്റെ ടോപ്പ് പ്രദേശങ്ങളാണ്. മഴ വീണ്ടും അതിശക്തമായിട്ട് തന്നെ നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ മഴയും കവർ ചെയ്ത് നമ്മൾ പോവുകയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാമെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ അതിമനോഹരമായിട്ടുള്ള റാണിപുരത്തിൻ്റെ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, അവിടെ കർണാടകൻ്റെ ഒരു ഷെഡ് കാണുന്നുണ്ട്, ഷെൽട്ടർ കാണുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റേഞ്ചൊക്കെ, മൊബൈലിന് റേഞ്ചൊക്കെ കുറവാണ്. അപ്പോൾ വരുമ്പോൾ കർണാടകൻ്റെ റോമിംഗ് ഒക്കെ വന്നിരിക്കുകയാണ്. ഓ ഗൈസ്, അമേസിങ്, ഒന്നും പറയാനില്ല കേട്ടോ. അല്ലേ, ടോപ്പ് വ്യൂ ആണത്. ഒടുവിൽ നമ്മൾ റീച്ച് ചെയ്തിരിക്കും, ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഫൈനലായിട്ട് ഇവിടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഓ ആയിക്കോളും, അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഴയുടെ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിയുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമുക്ക് ടോപ്പിലേക്ക് തന്നെ പോവാം. ഈ റാണിപുരത്തേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രദേശം വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേങ്കിൽ ഇവിടെ എത്തുന്നതാണ് ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കുറച്ച് നടക്കാനുണ്ട്. നടക്കുമ്പോൾ അങ്ങനെ ക്ഷീണമൊന്നും അറിയൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, ചൂടൊന്നും ഉണ്ടാവില്ല. ഇന്ന് പിന്നെ പറയണ്ട, നല്ല ഹെവി മഴയാണ്. കുറച്ച് മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഈ സമയത്ത് നമുക്ക് ഇതുണ്ടോ, ആ ടോപ്പിലും കൂടെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ ഒരു മല കഴിഞ്ഞാണ് നമ്മൾ എൻ്റെ ആയതാണ്. ഇനി ഇതിൻ്റെ നമ്മളെല്ലാവരും റാണിപുരത്തിൻ്റെ പറ്റി സെർച്ച് ചെയ്ത ആളുകൾക്കെല്ലാം മനസ്സിലാവും. നമ്മളൊരു ഫോട്ടോസൊക്കെ എപ്പോഴും ഗൂഗിളിലൊക്കെ കാണുന്നുണ്ട്. ആ ഒരു പോയിൻ്റാണ് ഇത്. ഇതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മളിനി എത്താനുള്ളത്. ഇതിലേക്ക് കുറച്ച് ദുഷ്കരമായ വഴിയാണ്, കാരണം പാറയുടെ ഇടയിൽ കൂടെയാണ് നമുക്ക് ഇതിലേക്ക് പോകേണ്ടത്. ആളുകളൊക്കെ ആ മലയിൽ നിന്നൊക്കെ ആടിത്തിമുറുക്കുകയാണ്. കാരണം അവർക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു മഴയാണ്. ആരും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം ആരും തന്നെ കുടയൊന്നും എടുക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മളിതാ റാണിപുരത്തിൻ്റെ ഒരു സിമ്പിളാണ് ഈ ഒരു പാറ എന്ന് പറയുന്നത്. നമുക്കിനി ഏകദേശം തിരിച്ചിറങ്ങണമെങ്കിൽ തന്നെ ഒരു അരമണിക്കൂറിന് മുകളിലേക്ക് ടൈം എടുക്കും. അരമണിക്കൂർ പോരാന്നാണ് തോന്നുന്നത്. അതിന് മുകളിലേക്ക് ടൈം എടുക്കും, കാരണം നമുക്ക് നല്ല പോകാൻ പറ്റുള്ളൂ. ആളുകളൊക്കെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ടൈം കഴിഞ്ഞു. മഴ നിന്നിട്ടില്ല. കുറച്ചൊരു 2 സെക്കൻഡിലേക്ക് മഞ്ഞൊന്ന് മാറി കിട്ടിയിരുന്നു. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഡൗട്ടുണ്ട് ഗൈസ്. കാരണം കുറേ സമയം കാണാൻ വേണ്ടി ഇവിടെ കാരണം ഇത് പാറകളൊക്കെ നല്ല തെന്നലുള്ള സമയമാണ്. കുറച്ച് ടാസ്ക്കാണ്. കാരണം ഇത് കണ്ടോ, ഇവിടുന്നെങ്ങാനും കാല് തെറ്റി വീണ് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ വൈശാലികമാണ്. വലിയൊരു കൊക്കയാണ്. ഹലോ ഗൈസ്, എല്ലാവരും വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും
മഴ നനഞ്ഞ് ടോപ്പിലെത്തിയിരിക്കുകയാണ്. തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനിയും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ടോപ്പ് പൊസിഷനിലാണുള്ളത്. മനോഹരം എന്നല്ലാണ്ട് എന്താണ് പറയേണ്ടത്? മഴ നനഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇത്രയും നല്ലൊരു വ്യൂ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നുള്ളതാണ് സംശയം. ഓ ഗൈസ്, the top one. ബ്രഹ്മാണ്ഡ സ്ഥലമാണ്. ബ്രഹ്മാണ്ഡ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത്. പലരും ചെയ്യുന്ന, ഈ റാണിപുരത്ത് വരുന്ന പലരും ചെയ്യുന്ന വേറൊരു പരിപാടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വരെയൊക്കെ വന്നിട്ട് പോകും. നഷ്ടമാണ്. വരുവാണെങ്കിൽ ടോപ്പിൽ വരിക. ഉണ്ടല്ലേ, കിടക്കുന്ന ഒരു പ്രദേശമാണ്. കുറച്ചൊന്ന് ആസ്വദിക്കാം. ഞാനൊന്ന് കുറച്ചൊന്ന് ആസ്വദിക്കട്ടെ. ഏതായാലും നടന്നു വന്നതല്ലേ. ഫോൺ നനഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം പറയാണ്. സാംസങ്ങിൻ്റെ M51 പെർഫെക്റ്റാണ് കേട്ടോ. ആ ഫോണിലാണ് ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ഏകദേശം മണിക്കൂറുകളായി മഴ നനയുന്നു. ഒരു ടച്ച് ചെയ്യുമ്പോൾ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓ ഗൈസ്, കാറ്റ് വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ്. വളരെ ശക്തമായിട്ട് കാറ്റ്. അയ്യോ, രക്ഷയില്ല കേട്ടോ. ബ്രഹ്മാണ്ഡ കാറ്റാണ് ഗൈസ്. ഓഫീസേഴ്സിൻ്റെ സ്ട്രിക്റ്റ് ഡിസിഷൻ ഉണ്ട്. അതായത് ഇവിടെ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അപകടം പിടിച്ച കാറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിസിഷൻ തരികയാണ്. എന്തായാലും ഇറങ്ങേണ്ട സമയമായി, വളരെ വൈകുന്നേരമായി. ഏകദേശം ഡിസിഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ആളുകൾ സൂയിസൈഡ് പോയിന്റ്, എലിസബത്ത് പോയിന്റ് എന്നൊക്കെ പറയുന്നതല്ലേ കേട്ടിട്ടുണ്ട്. നോക്കിയത് 1400 അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ മുമ്പിലാണ് ഉള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 എത്രയാണ് സാർ വരുന്നത്? 1048 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്ര മേലെ ഹൈറ്റിലാണ് ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ആരാണെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോറസ്റ്റ് ഓഫീസേഴ്സ് എന്താണോ പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും അനുസരിച്ചിരിക്കണം. കാരണം കാറ്റ്, ഇപ്പം ഞാൻ തന്നെ അവിടെ പോകുമ്പോൾ നല്ലൊരു കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മറിച്ചിടാനുള്ള അത്ര ശക്തിയിലുള്ള കാറ്റുകൾ ഇവിടെ വീശും. കാരണം അത് എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിന് റാണിപുരത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ടെന്നാണ് സാർ പറയുന്നത്. എന്താണ് സാർ? മാടോത്തുമല എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഒരു എന്താ പറയണ്ടേ, ഇത് കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. ഒരു 1048 മീറ്ററോളം ഹൈറ്റ് വരും. ഇത് റാണിപുരം. ഇതിൻ്റെ ശരിക്കുള്ള പേര് മാടോത്തുമല എന്നാണ്. പണ്ട് പാലായിൽ നിന്നൊക്കെ പറഞ്ഞ കുടിയേറിയ കർഷകർ അവർ ഇട്ട പേരാണ് റാണിപുരം. അവരുടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിട്ട പേരാണ് മാടോത്തുമല, അല്ല റാണിപുരം. അതായത് പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ വന്നവര് ഇവിടെ ഒരു രാജപുരം, അത് കഴിഞ്ഞ് റാണിപുരം ആക്കി. ഇവിടെ ഒരു അവരുടെ പള്ളിയും കാര്യങ്ങളുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് കണ്ട പള്ളി അല്ലേ, ഷൂട്ട് ചെയ്ത ആ പള്ളിയാണ്. 60ഓളം കർഷകർ ഇവിടെ ഉണ്ടായിരുന്നു. ആനയും കാര്യങ്ങളൊക്കെ ശല്യം കാരണം ഇവിടെ വിട്ടു പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ വനം വകുപ്പിന്റെ സർവോജ വേലിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെയും ഒരു സേഫ്റ്റി വന്നു. കുറച്ച് ആൾക്കാരുണ്ട്. ഈ 60ഓളം ആൾക്കാരിൽ നിന്നും ഒരു 10-4-5 കുടികളുണ്ട്. ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി. മനസ്സിലാക്കി. അപ്പോൾ അത്രത്തോളം ഇതിന്റെ നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ആ ഒരു ഭീകരാവസ്ഥയുണ്ടല്ലോ. ഇതിനെ ശരിക്കും പറയുന്നത് ഗിരിമുകളിൽ എന്നാണ് പറയാം. എന്തായാലും സാറിനെ കണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇതിന്റെ പ്രത്യേകത തന്നെയാണ് കോടമഞ്ഞാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് കോടമഞ്ഞാണ്. ഇതിന്റെ ഇപ്പോൾ ഈ ജൂൺ ജൂലൈ ഇങ്ങനെയാണ്. ഡിസംബർ ആകുമ്പോൾ
ഈ കോടമഞ്ഞ് ഓടിക്കൊണ്ടിരിക്കും. കാരണം ഈ ഒരു വ്യൂ പോയിന്റുകൾ കിട്ടും, അതിൻ്റെ ഇങ്ങനെ ഓട്ടം ആയിരിക്കും, അപ്പോൾ പൂക്കൾ കുറേ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്ന ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ഈവനിങ്ങിലൊന്നും കയറുന്ന ഒരു ടാസ്കുമായിട്ട് ദയവീത് ഇങ്ങോട്ട് സമയം എന്ന് പറഞ്ഞാൽ 8 മണി മുതൽ 4 മണി വരെയാണ്, 3 മണി വരെയാണ്. 4 മണിയാകുമ്പോൾ ഇവിടെ താഴെ ഇറക്കുക എന്നതാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം രാത്രി ഇര തേടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ റെസ്റ്റ് ആയാൽ ഒരു 4 മണിയാകുമ്പോൾ വിശപ്പോടെ ആയിരിക്കും അവർ ഇര തേടാൻ ഇറങ്ങുന്നത്. ആ സമയത്ത് ആൾക്കാരെ ഒരുപാട് അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നിർദ്ദേശം 4 മണിയാകുമ്പോൾ ഇറങ്ങണം. അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. റിസ്കോടെ വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വരും. ഒന്നാമത് നമ്മളെ ആൾക്കാരെ അവർക്ക് പേടിയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം പരമാവധി ഇങ്ങോട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ വരിക. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കാര്യങ്ങൾ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് വൈകുന്നേരങ്ങളിൽ തിരിച്ചിറങ്ങാൻ പറ്റും. അല്ലാതെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ തിരക്കിട്ട് തിരിച്ചിറങ്ങേണ്ടി വരും എന്നുള്ളതാണ് സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങോട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക, പരമാവധി രാവിലെ തന്നെ വരിക. ഫ്രണ്ട്സ്, ഒരു ഒടുവിൽ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ നമ്മളവിടെ നിർത്തുന്നില്ല. കാരണം അവർ പറഞ്ഞത്, ആ സാറ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആനകളും ഇതൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ അധികം അവിടെ നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു. നമുക്കിനി തിരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ കുറച്ച് റിസോർട്ടുകൾ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് സ്റ്റേ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാണ് റാണിപുരത്തിൻ്റെ മനോഹര സൗന്ദര്യത്തിൽ നിന്നും. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോൾ കേസ് മഴയൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പം പുറത്ത് മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കേസ് നമുക്ക് ഇവിടുത്തെ കുറച്ച് റിസോർട്ടുകളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു റിസോർട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു റിസോർട്ടിലാണ് ഉള്ളത്. ഇവിടെ റാണിപുരം റിസോർട്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് വെർച്വൽ ടൂർ ഗൈഡിൻ്റെ അണ്ടറിലും മറ്റും വരുന്നതാണ്. ഓക്കെ, BakelTourism.com അതിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. റാണിപുരം റിസോർട്ട് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഇവിടെയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയെന്ന് നോക്കാം. നല്ലൊരു അത്യാവശ്യം വലിയൊരു റിസോർട്ട് തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെർമിഷൻ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ റാണിപുരത്തിൻ്റെ വ്യൂസൊക്കെ കഴിഞ്ഞ് താഴോട്ടെത്തിയിരിക്കുകയാണ്. ഇനിയാണ് നമുക്ക് ഇവിടുത്തെ ഉള്ള ഫെസിലിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. അതായത് ദൂരെ നിന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടേജ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടു, റാണിപുരം കോട്ടേജ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിൻ്റെ റാണിപുരം റിസോർട്ട് എന്നാണ്, റിസോർട്ട് എന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തന്നെ, ഇതിൻ്റെ ഇൻചാർജുള്ള ആളോട് തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത്. നമുക്കിവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ച് തരും. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ ഒരുപാട് ദൂരെയാണല്ലോ, ഇവിടെ തൊട്ടടുത്ത ടൗണുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭക്ഷണ സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? റെസ്റ്റോറൻറ്റ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ ഫുഡുകൾ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ചൈനീസൊക്കെ ഇഷ്ടംപോലെ താഴെ ആൾക്കാരെ കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആ രീതിയിലുള്ള ഭക്ഷണമാണ്. ഓക്കെ, നമുക്കൊന്ന് നടന്നുകൊണ്ട് സംസാരിക്കാം. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ട്രക്കിംഗ് ആണ് ഇവിടുത്തെ. ഓക്കെ, അതെങ്ങനെയാണ്? റിസോർട്ട് മുഖാന്തരമാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? റിസോർട്ടിലേക്ക് വിളിച്ചു ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കും. ഓക്കെ 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 ഓക്കെ. റിസോർട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ അവിടുത്തെ ട്രക്കിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും. വന്ന ആൾക്കാർ തന്നെ അധികം റിസോർട്ടിൽ താമസക്കാരും ഉള്ളതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സേഫായിട്ട് തന്നെ സ്റ്റേ ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാരണം 14 റൂംസ് ഉണ്ട്, 2 കോട്ടേജുകളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. മറ്റെല്ലാവരും പിന്നെ ഒരു കോൺഫറൻസ് ഹാളുണ്ട്, കോൺഫറൻസ് നടത്തുന്ന കോൺഫറൻസ് ഹാളുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കോമൺ ബാത്റൂം ഉണ്ട്. ടോയ്ലറ്റ് പോകാനൊക്കെ ആൾക്കാർക്ക് വരുന്നത്, വാക്കിംഗ് കസ്റ്റമേഴ്സിന് പുറത്ത് പോകാനും ടോയ്ലറ്റ് പോകാനും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇതിനൊരു സീസൺ ടൈം ഇവിടെ ഉണ്ടോ? ആക്ച്വലി റാണിപുരത്തെ സംബന്ധിച്ചോളം പ്രത്യേക സീസൺ ഇല്ല, എപ്പോഴും സീസണാണെന്നാണ് റാണിപുരത്ത് സാധാരണ രീതിയിലുള്ള സീസൺ ഉണ്ട്. സീസൺ അതായത് ഓഗസ്റ്റ് തൊട്ട് ഏപ്രിൽ വരെയുള്ള സീസണുകളുണ്ട്. പക്ഷേ എങ്കിലും റാണിപുരം മഴക്കാലത്ത് കുറെ കൂടി സുന്ദരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറയുന്നത് കേട്ടിരുന്നു, ഏകദേശം 1400 അടി ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ടോപ്പ് ഏകദേശം 3000 അടിയോളം വരും. ഓക്കെ ഓക്കെ. 3000 അടിയാണ്. നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ 2600, 2700, 2800 അടിയിലാണ്. നമ്മൾ വരുമ്പോൾ തന്നെ വന്നിരുന്നു. പനത്തടി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ കണ്ടിന്യൂസ് കയറ്റം കയറിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എനിക്ക് തോന്നുന്നു വേനൽക്കാലത്തും ഈ ഒരു തണുത്ത കാലാവസ്ഥ തന്നെയായിരിക്കും.
എത്രത്തോളം അന്തരീക്ഷം തെളിയുന്നോ അത്രത്തോളം തണുപ്പാണ് വേനൽക്കാലത്ത്. ഓക്കെ, ഈ റാണിപുരം റിസോർട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഒരുപാട് വ്യൂ കാണാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ എൻട്രൻസ് തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കോട്ടേജസ് നമുക്ക് പുറകിൽ കാണാം, ഫാമിലിയായിട്ട് തന്നെ വന്ന് താമസിക്കാം. പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് ഇതിൻ്റെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ടൂറിസം മേഖലയായത് കാരണം വളരെ സേഫാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇതാണ്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് രീതിയിലാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, വളരെ സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് നമ്മുടെ മറ്റുള്ള നോർത്തിൽ പോലും ഇങ്ങനത്തെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഓരോ കോട്ടേജുകളും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡിൻ്റെ സാധാരണ എല്ലാവർക്കും കോട്ടേജിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഫുഡിന് ചിലപ്പം ഭയങ്കരമായ റേറ്റാണ്. ഓക്കെ, സാധാരണ നമ്മൾ താഴെയുള്ള സ്ഥലങ്ങൾക്ക് ചായക്കുള്ള 12 രൂപ, ഫുഡിന് 12 രൂപ, അങ്ങനെയുള്ള വളരെ എന്താ ഇക്കോണമിക്കലായിട്ടുള്ള. ഇതിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇവിടെ ഇത്രയും ഒരു ഹിൽ ടോപ്പിൽ അത് എനിക്ക് തോന്നുന്നത് വലിയൊരു റേറ്റ് അല്ല എന്നുള്ളതാണ്. ഒന്നുമല്ല, നമുക്ക് ഇതൊരു അടുത്തൊരു 3 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ളതിനേക്കാളും മനസ്സിലാവും. നല്ല നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചാർജ് വാങ്ങാം. പക്ഷേ എങ്കിലും വരുന്ന ആൾക്കാരെ വിചാരിച്ചിട്ട് നമുക്ക് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, തുച്ഛമായ രീതിയിലുള്ള ലാഭം എടുക്കാന്നുള്ളതാണ്. പിന്നെ നമ്മളെ റാണിപുരം റിസോർട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് വളരെ ഫുഡിനെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ കാണാൻ സാധിക്കും. അത് absolutely ഗൂഗിളിൽ ഉണ്ട്. ഞാനിപ്പം വിസിറ്റിംഗ് കാർഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെടുകയാണ്. കാരണം ഞാനിവിടെ മൊത്തം കറങ്ങി നോക്കി, താഴെ മുതൽ മുകളിലേക്ക് നോക്കി, എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് റിസോർട്ടായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു റിസോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അഡ്രസ്സ്, ഇവരുടെ കോൺടാക്റ്റ് നമ്പർ എല്ലാം തന്നെ ഞാനിവിടെ ഈ യൂട്യൂബിൻ്റെ ലിങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവരെ വിളിക്കുക, റൂംസ് ബുക്ക് ചെയ്യുക, പരമാവധി ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സീസണാണ്, ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ തന്നെ മുകളിലോട്ട് പോകുന്നത് കണ്ട് ഒരുപാട് ആളുകൾ വരുന്നതാണ്. ഇപ്പം ബുക്കിംഗ് ഫെസിലിറ്റീസ് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ ഓൺലൈൻ നമുക്ക് ലാൻഡ് ലൈൻ ഉണ്ട്, ബുക്ക് ചെയ്യാം, നമ്പർ ബുക്ക് ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പറുണ്ട്. ഓക്കെ, ഇവിടെ മൊബൈൽ കിട്ടാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ലാൻഡ് ലൈൻ ഉണ്ട്, ലാൻഡ് ലൈൻ വിളിച്ച് ബുക്ക് ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ഓക്കെ, അതൊരു പ്രൈവറ്റ് ഫാൾസ് ആണ്. പക്ഷെ എന്നാൽ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരായിട്ട് നമുക്ക് അവർക്ക് ടൈപ്പ് ഉള്ളത് കാരണം നമ്മളിവിടെ വരുന്ന ആൾക്കാരെ ആ ഫാൾസിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ട്. ഓക്കെ, അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. അതായത് ഇവിടെയുള്ള വാട്ടർ ഫാൾസിലേക്ക് ഇവർ ആളുകളെ അങ്ങോട്ട് ടൈപ്പ് ഉള്ളത് കാരണം വിടുന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വ്യൂ കാണാൻ കഴിയും. അതായത് ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, കോട്ടേജിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ മലകളും കാടുകളും വളരെ മനോഹരമായിട്ടാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടാൽ നല്ലൊരു അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കുളം ഇറങ്ങി താഴേക്ക് തോട് ഒഴുകുന്നു. അപ്പം റാണിപുരത്ത് വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ്, അതായത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടേജ് എന്ന് പറയുന്നത് ഈ റാണിപുരം കോട്ടേജാണ്. ഇത് വരുമ്പോൾ തന്നെ റാണിപുരത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വരുന്നത്. ഞാനിതിൻ്റെ ലൊക്കേഷൻ, കോൺടാക്ട് നമ്പർ, ഇവരുടെ അഡ്രസ്സ് എല്ലാം ഞാനിപ്പോൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടുന്ന് ഏകദേശം ചേട്ടന് ഒരുപാട് നന്ദി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ മൊത്തം ആളുകൾ ഇപ്പോൾ കാണുന്നതാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. തീർച്ചയായും. അപ്പം ഇദ്ദേഹത്തെ കാണാൻ പറ്റിയത് ഇപ്പോൾ വലിയൊരു കാര്യമായി. കാരണം റാണിപുരത്തേക്ക് വരുമ്പോൾ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേയിങ് ഫെസിലിറ്റീസ് എന്താണ്, ഫുഡിൻ്റെ ഫെസിലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റേയിങ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ഡൗട്ട്. ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിരുന്നു. അതിനെപ്പറ്റി യാതൊരുവിധ ഭയപ്പാടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇങ്ങോട്ട് വരാം. പക്ഷെ ഒന്ന് ബുക്ക് ചെയ്യുക. കാരണം റൂം ഫുള്ളാണെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. ഞാനിപ്പോൾ ഇതിനകത്ത് നമ്പറും ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും.